പീരീഡ്സ് ആവുന്ന സമയത്ത് മാറി കിടക്കുന്നവരാണോ നിങ്ങൾ? ഞാൻ അങ്ങനെയൊന്നും അല്ലാട്ടോ. പീരീഡ്സ് ആയാലും ആയില്ലെങ്കിലും എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് ഇവിടെ കിടക്കാറുള്ളൂ. സാധാരണ പീരീഡ്സ് ആയിട്ട് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ബെഡ്ഷീറ്റും പുതപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ അലക്കാൻ ഇടാറുണ്ട്. കിച്ചു കിടക്കുന്ന ബെഡ്ഷീറ്റ് അലക്കിയിട്ടും കുറച്ച് ദിവസം ആയിട്ടുണ്ടെന്ന്. പിന്നെ അതും കൂടെ എടുത്ത് അലക്കാന്ന് വിചാരിച്ച് എടുക്കാനായിട്ട് പോകുമ്പോൾ കിച്ചും ചിക്കും കൂടെ പൊരിഞ്ഞ കളിയാട്ടോ. ഈ മറ്റേ ചീട്ടൊക്കെ വെച്ചവർ കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവരെയൊക്കെ തന്നെ അവിടെ നിന്ന് ഓടിപ്പിച്ച് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അവിടെ നിന്ന് എണീറ്റ് മാറാൻ പറയുമ്പോഴത്തേക്കും പിള്ളേർ ഇവിടെ വന്നിരുന്ന് രണ്ടുപേരും കൂടെ കളിക്കുകയാണ്. സോറി, രണ്ടുപേരല്ല, 3 പേര്. എന്റെ ആണെങ്കിൽ എന്താ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? വായോ, ഒന്ന് വായോ. അല്ല, നിന്റെ ഇല്ലാന്ന് പറഞ്ഞപ്പോ ഇതാ അവനോന്റെ ഡ്രസ്സുകൾ അവനോ മടക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പണിയില്ലല്ലോ. എന്നാ പിടിക്കും ചിക്കുനെ ഒക്കെ എടുത്ത് മാറടാ. 2 തവണ അലക്കിയിട്ട് തുണികളൊന്നും തന്നെ മടക്കി വെക്കാതെ ഇങ്ങനെ കൂട്ടി വെച്ചതായിരുന്നു. അതിനകത്ത് എല്ലാവരുടെ തുണികളുണ്ട്. ഓരോ തവണ ഡ്രസ്സുകൾ അലക്കുന്ന ടൈമിൽ ചിലപ്പോൾ എനിക്ക് മടക്കി വെക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല കേട്ടോ. അത് പിന്നെ ഞാൻ ചിലപ്പോൾ 1, 2, 3 ദിവസം കൂടുമ്പോഴത്തേ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ചെയ്യാറുണ്ട്. പിള്ളേരും കൂടെ ഹെൽപ്പ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം തന്നെ പെട്ടെന്ന് തീർന്നു. അങ്ങനെ ഒരു ഉച്ചയായപ്പോഴാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷൂറാക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കുറേ പേരുടെ വീഡിയോസിലൊക്കെ തന്നെ കണ്ടിട്ട് എനിക്കിത് വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണല്ലോ. പക്ഷേങ്കിൽ നമുക്കിത് വെക്കാനുള്ള സ്ഥലം സത്യത്തിൽ ഇല്ല കേട്ടോ. പുറത്ത് വെക്കാനുള്ള സ്ഥലമില്ല. അപ്പം ഞാൻ അത് വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി പുറത്ത് വെക്കേണ്ട, നമുക്കിത് അകത്ത് വെക്കാമല്ലോ. പിന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അത് അകത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കൂടെ വൃത്തിയേടാവോ, ഭംഗി ഉണ്ടാവില്ല, ആ കൂടെ കൺജസ്റ്റഡ് ആവോ എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഇത് വെച്ച് വന്നപ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. ഇത് വെച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്ഥലം പോയ പോലെ ഒന്നും തോന്നുന്നുണ്ടായിരുന്നു. വെച്ചപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ അവർ വെച്ചിട്ട് പോവുകയും ചെയ്തു. ഇതിങ്ങനെ കാറ്റും മഴയൊക്കെ കൊണ്ടാലും അങ്ങനെ കേട് വരുന്ന ഒരു ഐറ്റം ഒന്നും അല്ലാട്ടോ. പക്ഷെ നമ്മളിവിടെ അകത്ത് വെച്ചേ ഉള്ളൂ. പുറത്ത് വയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ അകത്ത് വെച്ചത്. അങ്ങനെ എല്ലാവരും ഫിറ്റ് ചെയ്ത് പോയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ ഷൂവും ചെരുപ്പും കാര്യങ്ങളൊക്കെ തന്നെ അതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാം തന്നെ എടുത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇത് ഷൂഡ് ഷൂ റാക്കാണ്. നമ്മൾ 5 റാക്കിന്റെ ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. 2, 3, 4 ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരു പ്രോഡക്റ്റിന് 10 വർഷത്തെ വാറന്റി ഉണ്ട്. ഈ ഒരു പ്രോഡക്റ്റിന്റെ മെറ്റീരിയൽ വരുന്നത് ടാറ്റയുടെ ഷീറ്റ് മെറ്റൽ ആണ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്ന ആട്ടാ. ഇത് 3 കളറിൽ അവൈലബിൾ ആട്ടെ. ഞാനിവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് ഐവറി വൈറ്റ് ആണ്. ഇത് കൂടാണ്ട് പിന്നെ ഗ്രേ വൈറ്റ് ഉണ്ട്, പിന്നെ കോഫി ബ്രൗൺ ഉണ്ട് കേട്ടോ. പിന്നെ ഇവര് ഓൾ കേരള ആൻഡ് തമിഴ്നാട് ഡെലിവറി ചെയ്യുന്നുണ്ട്. ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാട്ടോ. ഇത് നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്കിവിടെ ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ അകത്ത് വെച്ചുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഇത്രയും ദിവസം ചെരുപ്പുകളൊക്കെ ഇങ്ങനെ പുറത്ത് വലിച്ചു വാരി ഇടുമായിരുന്നു. നമ്മളിങ്ങനെ ചെരുപ്പ് വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്, അതിനകത്ത് അധികം ചെരുപ്പുകളൊന്നും വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഒരു വൃത്തിയും മെനയൊക്കെ വന്നത്. ചെരുപ്പുകളൊന്നും തന്നെ പുറത്ത് കാണാതെ നമുക്ക് വെക്കാമല്ലോ.